Hello everyone, welcome to another video. കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ തവണ നമ്മൾ ട്രിപ്പ് പോയത് കൗണ്ടി കെറിയിലേക്കും കോർക്കിലേക്കുമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്ന ഫ്രണ്ട്സിന് ഒഴിവില്ലാത്തതുകൊണ്ട് അവർ വന്നില്ല. അപ്പോൾ ഇത്തവണ അവർക്ക് ഒഴിവുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കൗണ്ടി കോർക്കിലേക്കും കെറിയിലേക്കും തന്നെ പോകാൻ തീരുമാനിച്ചു. കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം പോയ സമയത്ത് നമ്മൾ കുറേ സ്ഥലങ്ങൾ മിസ് ചെയ്തിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങൾ കവർ ചെയ്യാം, പിന്നെ നമ്മൾ കണ്ടതിൽ കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങൾ ഒന്നുകൂടെ കാണാമെന്ന രീതിയിൽ നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമ്മൾ 5 പേരാണുള്ളത്. നമ്മളുടെ 3 ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ ഞങ്ങൾ 2 പേരുണ്ട്. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യുക. അഞ്ജുണ്ട്, അരുണുണ്ട്, പിന്നെ സാന്ത്വന. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നേരത്തെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു നൈറ്റ് സ്റ്റേ ചെയ്യുക, 2 ഡേ കറങ്ങുക എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. ഇപ്പോൾ സ്പ്രിങ് തുടങ്ങിയത് കൊണ്ടും ഡേ ലൈറ്റ് കുറച്ച് വളരെയധികം ഉണ്ടാവും. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൗണ്ടി കോർക്കിലെ കോബ് എന്ന ടൗണാണ്. കോബ് എന്ന ടൗൺ ഒരു പുരാതനപരമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ടൗണാണ്. അത് എന്താണെന്ന് പറഞ്ഞാൽ ടൈറ്റാനിക് ഷിപ്പ് ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ആദ്യത്തെ വോയേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് അയർലൻഡിൽ ലാസ്റ്റ് നിർത്തിയത് കോബ് എന്ന ടൗണിലാണ്. ഈ ടൗണിൽ നിന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 123ഓളം പേരാണ് ടൈറ്റാനിക്കിൽ കയറിയത്. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞിട്ട് ഈ ആളുകളെല്ലാം മരിച്ചു പോയി. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ് കോബ്. കൂടാതെ അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുരാതനമായ കത്തീഡ്രൽ ഉണ്ട്, സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രൽ എന്ന് പറയും. അപ്പോൾ ആ കത്തീഡ്രൽ കാണാനാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്നും കോബിലേക്ക് 420 കിലോമീറ്റർ ഉണ്ട്. 5 മണിക്കൂറോളം എടുക്കുമെന്നാണ് മാപ്പ് കാണിക്കുന്നത്. 120 കിലോമീറ്ററോളം സ്പീഡിൽ പോകാൻ പറ്റുന്ന മോട്ടോർ വേ ഉണ്ട് നമ്മൾ താമസിക്കുന്നിടത്ത് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മളങ്ങനെ മോട്ടോർ വേ പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങിയത് കൊണ്ട് തന്നെ പുൽമേടുകളെല്ലാം പച്ചക്കളറിൽ കാണാം. വളരെ നല്ല ലാൻഡ്സ്കേപ്പാണ് മോട്ടോർ വേൻ്റെ സൈഡിലൊക്കെ കാണാൻ പറ്റുന്നത്. വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ഡ്രൈവായിരുന്നു. ടണലുകളും കുന്നുകളും മലമ്പാതകളും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ 4 മണിക്കൂറോളം ഓടിക്കഴിഞ്ഞു. 400 കിലോമീറ്ററും കവർ ചെയ്തു. കൂടാതെ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡ് മോട്ടോർ വേയിൽ നിന്ന് മാറി കൺട്രി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ദൂരം പോയി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ കോബ് എന്ന ടൗണിലേക്ക് എത്തും. അങ്ങനെ നമ്മൾ കോബ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ കാണുന്ന ആ പള്ളിയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന സെൻറ്റ് കോൾസ്മാൻ കത്തീഡ്രൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നിർമ്മിതിയാണ്. ഇവിടെ നോക്കുക, കടലിൻ്റെ അരികിൽ ഈ റോഡ് നേരെ പോയി അവസാനിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പള്ളിക്കകത്ത് കയറിയിട്ട് കാണിക്കാം. ഈ പള്ളിയുടെ വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ അപ്പുറത്താണ്. നമുക്കൊരു ഫ്രെയിമിനകത്ത് വീഡിയോ എടുക്കുമ്പോൾ ഫ്രെയിമിനകത്ത് കൊള്ളിക്കാൻ പോലും പറ്റില്ല, അത്രയും ഭീമാകാരമായ ഒരു സ്ട്രക്ചറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ സ്കീമും. കൂടാതെ അത് നിൽക്കുന്ന ലൊക്കേഷൻ നോക്കുക, കടലിന് തൊട്ടരികിൽ വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ നമുക്കിനി കാർ പാർക്കിൽ കൊണ്ടുപോയിട്ട് കാർ നിർത്തിയിട്ട് നമുക്കിങ്ങോട്ട് നടന്ന് വന്ന് അകത്ത് കയറുക, ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം. അയർലൻഡിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാണ് കോബ് സിറ്റിയും ഈ സെൻറ്റ് കോൾസ്മാൻ കത്തീഡ്രലും. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ വൃത്തിയായും ഭംഗിയായും സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സിറ്റിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെയുള്ള വീടുകളുടെ പെയിൻറ്റ് വരെ അവർ വളരെ നല്ല രീതിയിൽ, അതായത് ഡിഫറെൻറ്റ് പെയിൻറ്റുകൾ നല്ല പെയിൻറ്റ് സ്കീം ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്രെയിം കിട്ടാൻ അത് എല്ലായ്പ്പോഴും സഹായിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വീടുകൾ ഒരേ ഷേപ്പിൽ ബിൽഡ് ചെയ്തിട്ട് അതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കുന്നത്. അത് വളരെ രസമാണ്, നമുക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യാം.
1868 ഈ കത്തീഡ്രൽ നിർമ്മിക്കാൻ തുടങ്ങിയത്. 50 വർഷത്തോളം എടുത്തു ഇതിൻ്റെ നിർമ്മിതി പൂർത്തീകരിക്കാൻ. നിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ അയർലൻഡിലെ തന്നെ ഏറ്റവും പൊക്കമുള്ള കത്തീഡ്രലായി മാറി ഇത്. അതുകൂടാതെ അയർലൻഡിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു ചേർച്ചായിട്ട് കണക്കാക്കപ്പെടുന്നതും ഈ കത്തീഡ്രൽ തന്നെയാണ്. ചേർച്ചിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മൾ വേറെ ഏതോ ലോകത്ത് അല്ലെങ്കിൽ ഒരു പുരാതന കാലത്ത് എത്തിയതുപോലെ തോന്നും. അത്രമാത്രം ഐറിഷ് ആർക്കിടെക്ചറിൻ്റെയും ഗോതിക് കൊത്തുപണികളുടെയും ഒരു മിശ്രണമാണ് ഇവിടെ. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികളും പെയിൻറ്റ് ചെയ്ത ചില്ല് ജാലകങ്ങളും അതിൻ്റെ റൂഫ് കണ്ടിട്ട് അത് ഫുൾ മരം കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന റൂഫായിരുന്നു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത്. കൂടാതെ വളരെ സൈലൻ്റായിട്ടും ഒരു നല്ല സുഖമുള്ളൊരു തണുപ്പൊക്കെ ഉണ്ട് പള്ളിയുടെ അകത്ത് നിൽക്കുമ്പോൾ. നമുക്ക് അകത്ത് നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇതിനകത്തെ കൊത്തുപണികളുടെയും ശില്പങ്ങളുടെയും എല്ലാം തീമെന്ന് പറയുന്നത് ബൈബിളിലെ കഥകളും കഥാപാത്രങ്ങളും മാലാഖമാരും യേശു ക്രിസ്തുവും എല്ലാമാണ്. ഈ തൂണിൽ കാണുന്നത് പോലെ ഇവിടെ 2 സൈഡിലും കൂടെ 14 തൂണുകളുണ്ട്. ഈ 14 തൂണിലും വളരെ കൃത്യതയോടുകൂടെ ചില ആളുകളുടെ മുഖം ഇങ്ങനെ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ബൈബിൾ ക്യാരക്ടേഴ്സ് ആയിരിക്കാം. പക്ഷേ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെയധികം ടൂറിസ്റ്റുകളും ഗൈഡഡ് ടൂറുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും വളരെ വർത്തിയായിട്ടുള്ളൊരു വിസിറ്റായിരുന്നു. ഒരു പള്ളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു കാഴ്ചയായിരുന്നു. സോ നമ്മളുടെ ഈ ട്രിപ്പിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ തന്നെ വളരെ വർത്തിയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പള്ളിയോട് വിട പറഞ്ഞ് നമ്മൾ 2ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ 2ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ ആർട്ട് ഇൻസ്റ്റലേഷനാണ്. ജെയിംസ് ടെറൽ എന്നൊരു ആർട്ടിസ്റ്റ് അയർലൻഡിലെ കോർക്കിലെ ഒരു വലിയ എസ്റ്റേറ്റിന്, അതായത് 163 ഏക്കറോളം വരുന്ന ഒരു എസ്റ്റേറ്റുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റാർ ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ഭാഗമായിട്ട് ആ പുള്ളി അവിടെ നിർമ്മിച്ച ഒരു ആർട്ട് ഇൻസ്റ്റലേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഐറിഷ് സ്കൈ ഗാർഡൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പുള്ളി ലോകമെമ്പാടും ഇങ്ങനെ കുറേ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ട്. പുള്ളി മെയിൻലി ചെയ്യുന്നത് ലൈറ്റും സ്കൈയും അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന രീതിയിലുള്ള കുറേ ആർട്ട് ഇൻസ്റ്റലേഷനാണ്. മീൻസ് ഇതൊരു നമ്മൾ ബിനാലൊക്കെ കാണുന്ന പോലത്തെ ആ കൈൻഡ് ഓഫ് ആർട്ട് ഇൻസ്റ്റലേഷനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിലെന്താണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഇരുട്ട് നിറഞ്ഞ വഴിയിലൂടെ അണ്ടർഗ്രൗണ്ടിലൂടെ നടന്നു പോയിട്ട് ഒരു എൻട്രൻസിലേക്ക് എത്തും. ആ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ വെളിച്ചം വന്ന് നമ്മളിങ്ങനെ ആകാശം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അതാണ് ഈ ആർട്ട് ഇൻസ്റ്റലേഷൻ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടേക്ക് ഇവിടെ നിന്നൊരു 100 കിലോമീറ്റർ കൂടെ ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറിൽ അവിടെ എത്തുമായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 3 മണി ആയിട്ടുണ്ട്. നമ്മൾ പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കോബ് സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ലഞ്ച് കഴിക്കാനൊരു ബ്രേക്കൊക്കെ എടുത്തു. അപ്പോൾ ലഞ്ച് കഴിച്ച് ഇനിയും കുറച്ച് ദൂരം ഓടാനുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ടും ഇത്ര ദൂരം ട്രാവൽ ചെയ്തത് കൊണ്ടും പുറകിലുള്ള ആളുകൾ നല്ല ഉറക്കത്തിലാണ്. ഈ ആർട്ട് ഇൻസ്റ്റലേഷനുള്ള എസ്റ്റേറ്റ്, അതിൻ്റെ പേര് ലിസ് ആർട്ട് എസ്റ്റേറ്റ് എന്നാണ്. അതൊരു സ്റ്റാർ ഹോട്ടൽ കൂടിയാണ്. അത് മെയിൻ റോഡിൽ നിന്ന് വളരെ ഉള്ളിലേക്ക് മാറിയാണ്. കാരണം അത്രയും വലിയ ഒരു പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്ന് മാറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മോട്ടോർ വേ കഴിഞ്ഞ് അങ്ങോട്ടേക്കുള്ള കൺട്രി റോഡിലേക്ക്, ചെറിയ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരു 10-15 മിനിറ്റിൽ നമ്മൾ നമ്മുടെ 2ാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ചെറിയ ചില വില്ലേജുകളൊക്കെ കടന്ന് ചില മലകളൊക്കെ ക്രോസ് ചെയ്ത് അവസാനം ആ പ്രോപ്പർട്ടിയുടെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻട്രൻസും കടന്ന് നമ്മൾ പ്രോപ്പർട്ടിക്ക് അകത്ത് കയറിയിരിക്കുകയാണ്. അകത്ത് കയറുമ്പോൾ തന്നെ വളരെ വലിയൊരു കാട് പോലെയാണുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എന്താണ് ഈ ഐറിഷ് സ്കൈ ഗാർഡൻ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഐറിഷ് സ്കൈ ഗാർഡനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് 10 യൂറോ ആണ് ടിക്കറ്റ്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം വലിയൊരു പ്രോപ്പർട്ടിയാണെന്ന്. 163 ഏക്കർ എന്നാണ് അവർ പറഞ്ഞത്. ഇത് ചുറ്റും കാട് മാത്രമേ ഉള്ളൂ. കാടിന് നടുവിൽ ഒരു ഹോട്ടലിൻ്റെ ബിൽഡിംഗ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നടക്കുകയാണ്.
അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊരു അണ്ടർഗ്രൗണ്ടിലൂടെ ഇരുട്ടുള്ള വഴിയിലൂടെ പോകുന്നു പറഞ്ഞല്ലോ. ഇതാണ് അപ്പോൾ ഈ ഐറിഷ് സ്കൈ ഗാർഡൻ്റെ എൻട്രൻസ്. ഇതിനകത്ത് അവിടെ അത് ലോക്ക്ഡ് ആണ്. അപ്പോൾ നമുക്ക് കീ കോഡൊക്കെ തന്നിട്ടുണ്ട്. അത് നമ്പർ ലോക്കുള്ള ലോക്കാണ്. നമ്മൾ ആ കീ കോഡ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് അകത്ത് കയറാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ കയറുമ്പോൾ ഇതാണ് ഇരുട്ടുള്ള പാസേജ്. വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ആകാശവും പുൽമേടും മാത്രം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആദ്യത്തെ തവണ നമ്മൾ ഫസ്റ്റ് ടൈം കയറി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് തരുന്നത്. അപ്പോൾ ഇതാണ് ഐറിഷ് സ്കൈ ഗാർഡൻ എന്ന ഈ ഇൻസ്റ്റലേഷൻ. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകാശത്തിലോട്ട് കയറുന്നത് പോലെ തോന്നും. കൂടാതെ ഈ ആർട്ടിസ്റ്റ് പറയുന്നത് ഈ നടുവിൽ കാണുന്ന ആ കല്ല് പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് നമ്മൾ മലർന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് ഈ പുൽമേടും ആകാശം മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. അത് പക്ഷേ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. എന്നിട്ട് പുള്ളി പറയുന്നത് മേഘങ്ങൾ മൂവ് ചെയ്യുന്നത്, ആകാശത്തിൻ്റെ കളറ് മാറുന്നത്, വെയിൽ ചരിയുന്നത്, അങ്ങനെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവും അല്ലെങ്കിൽ സ്പേസിൻ്റെയും അത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് പുള്ളി പറഞ്ഞത്. അതിന് മാത്രം നോളജ് നമുക്കില്ലാത്തതുകൊണ്ട് നമുക്കത് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും ടൈം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് വന്നു. ഇതിൻ്റെ ഒരു അഭിപ്രായം ഒരാൾക്ക് 10 യൂറോ വെച്ച് കൊടുത്തിട്ട് കാണാൻ മാത്രം ഉണ്ടെന്ന് തോന്നിയില്ല എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ നമ്മൾ ഐറിഷ് സ്കൈ ഗാർഡൻ കണ്ട് ലിസാർഡ് എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകുന്നേരം 5:30 പക്ഷേ സ്പ്രിംഗ് ആയതുകൊണ്ട് 7 മണിക്ക് ശേഷമായിരിക്കും സൺസെറ്റ് ഉണ്ടാവുക. ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 3ാമത്തെ ഡെസ്റ്റിനേഷൻ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. 3ാമത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബാൾട്ടിമോർ ബീക്കൺ ആണ്. അതെന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് കപ്പലുകൾക്ക് വഴി കാണിക്കാൻ വേണ്ടി ലൈറ്റ് ഹൗസ് പോലത്തെ വേറൊരു സെറ്റപ്പാണ്. ഇതൊരു സ്തൂപം പോലെ, അതിന് മുകളിൽ ലൈറ്റ് കത്തിക്കിടക്കും. ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഈ ഏരിയയിലെ ഒരു പ്രധാന ലാൻഡ്മാർക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുമാണ്. അപ്പോൾ ബാൾട്ടിമോർ ബീക്കണിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 3ാമത്തെ ലൊക്കേഷനായ ബാൾട്ടിമോർ ബീക്കണിലേക്ക് എത്തിയിരിക്കുകയാണ്. താഴെ കാറ് പാർക്ക് ചെയ്ത് ഒരു കുന്ന് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഈ കുന്നിന് അപ്പുറത്ത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഈ സമുദ്രത്തിൻ്റെ അരികിലാണ് ഈ ബീക്കൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 1848 നിർമ്മിച്ച ബീക്കണാണ്. ഇതിന് 50 അടി ഉയരമുണ്ട്. ബീക്കൺ മാത്രം 50 അടി ഉയരമുണ്ട്. ഈ കുന്ന് എന്ന് പറയുന്നത് 160 അടി ഉയരമുണ്ട്. ആ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സാധനം കാണാൻ പറ്റും. അതാണ് ബാൾട്ടിമോർ ബീക്കൺ എന്ന് പറയുന്നത്. അതിന് മുകളിലാണ് ഈ ചുവന്ന ഡോട്ടുള്ളൊരു മറ്റേ സാധനം പിടിപ്പിച്ചിരിക്കുക. അതാണ് കപ്പൽ നാവിഗേഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് സെറ്റപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. എനിക്കിത് ആദ്യം കണ്ടപ്പോൾ തോന്നുന്നത്, നമ്മൾ പലപ്പോഴും കേരളത്തിൽ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തമിഴ്നാട്ടിൽ എല്ലായ്പ്പോഴും ചുണ്ണാമ്പ് കൊണ്ടാണെങ്കിലോ മറ്റേ റോഡിൻ സൈഡൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ലോ വെള്ള കളറിൽ. എനിക്ക് അതുപോലെ തോന്നുന്നത് ഒരു ചുണ്ണാമ്പ് അടിച്ച പോലത്തെ ഒരു പെയിൻ്റാണ് ഇതിനകത്ത്, വെള്ള കളർ. പക്ഷേ ഈ ഏരിയ നല്ല രസമുണ്ട്, നമുക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ ഇതിനൊരു വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇത് കല്ലുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷനായിരുന്നു. കൂടാതെ സൺസെറ്റിൻ്റെ സമയം ആയതുകൊണ്ട് വെള്ളത്തിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതും എല്ലാം കൂടെ ഒരു നല്ല അനുഭൂതിയായിരുന്നു നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ലൊക്കേഷൻ. അപ്പോൾ ഈ ട്രിപ്പിലെ 1ാമത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇനി നമുക്ക് വേറൊരു ഡെസ്റ്റിനേഷൻ എത്താൻ സമയമില്ല, അപ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത എയർബിഎൻബിയിലേക്ക് പോകാനാണ് ഇവിടുന്ന് പ്ലാൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഡിന്നറൊക്കെ വാങ്ങിച്ച് എയർബിഎൻബി പോയി കിടന്നുറങ്ങും. നാളെ രാവിലെ ഫ്രഷായിട്ട് നമ്മുടെ 2ാമത്തെ ദിവസത്തെ ട്രിപ്പ് തുടങ്ങും. അപ്പോൾ അടുത്ത വീഡിയോയിൽ 2ാമത്തെ ദിവസത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി കാണുന്നവരെ ബായ്.